അയ്യോ ചളുങ്ങി പോയി എല്ലാം എല്ലാം പോയില്ല. എന്റെ സപ്പോർട്ട് നീ ഇതില് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. പൊറോട്ടയും ആ ലേസ് അത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാ. ഇതെന്തുവാ? പെട്ടി പൊട്ടിക്കാൻ പോവാണ്. ഞങ്ങൾ ഇന്ന് പെട്ടി പൊട്ടിക്കാൻ പോവാണ്. പെട്ടി ഇല്ല എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 35 കിലോ അല്ലേ ഉള്ളൂ. അതാ അല്ലെങ്കിൽ പെട്ടിയുണ്ട്. പെട്ടി 2 വലിയതുണ്ട്. പക്ഷേ അവര് എത്ര രൂപ? 7500 രൂപ ഫൈൻ അടിച്ചു. 3.5 കിലോ കൂടുതൽ. 7500 രൂപ 3.5 കിലോയ്ക്ക്. ടിൻഡോ ചേട്ടൻ കൊടുത്തു. ടിൻഡോ ചേട്ടൻ കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിലെന്തേലും ഉണ്ടോ? അതിന്റെ ഡ്രസ് മാത്രമേ അതവിടെ ഇരിക്കട്ടെ. എന്റെ മാതാവേ, പെട്ടി നശിപ്പിക്കാതെ ഞാൻ തുറക്കാം. മറിഞ്ഞു വീട്ടില് രണ്ടും കൂടെ അതിന്റെ മേളില വല്ലതും ഉണ്ടോ കാര്യായിട്ട്? ഓ മച്ചി ബഹ്റൈൻ ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞ സാധനം മേടിച്ചോണ്ടോ? എനിക്ക് സാധനം കൊണ്ടുവന്നില്ലേ? ഇത് അതിന്റെ കുപ്പിയാണോ? ഇത് മോന് ഇതാ തലയുടെ സാധനം. തല നിറച്ചത് മാറ്റി. ഓ മൈ ഗോഡ്, ഒരു സൈഡിലങ്ങ് അരിച്ചു കയറി. അതവിടെ വെക്ക്. ഇതെന്തുവാ? മരുന്നോ? മരുന്ന് മാറ്റി വെക്കും. കുഞ്ഞുമണി എന്തോ സാധനം. ചക്ക വറ്റല്. ചുങ്കു ഓർഡർ കൊടുത്തതാ ഇതൊക്കെ. അപ്പായുടെ അടുത്ത് ലേസ്, വാഫിൾസ്. അമ്മേ അത് വാഫിൾസ്. അത് ഇതെന്തോ? ചെടിയോ? അങ്ങനെ പൊറോട്ടയും ബീഫും എത്തിയിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് നമ്മുടെ കൈപ്പന്റെ ചായക്കടയിൽ നിന്ന് പൊറോട്ടയും ബീഫും. ചെരുപ്പ് പറഞ്ഞ മമ്മിയുടെ കൊച്ചിന്റെ കുറച്ച് മസാല. കാലെ പാകാവോ നോക്കട്ടെ. ഇത് മാവേ, നമ്മുടെ ഫ്രണ്ടില് നിക്കുന്ന മാവേ. മാവ ഇതാണ്ട. ഇതൊക്കെ അളിഞ്ഞു. അയ്യോ ചളുങ്ങി പോയി എല്ലാം പോയില്ല. എന്റെ മമ്മിയെ ഇതങ്ങ് വെക്കാവോ? അമ്മച്ചി കരിയാപ്പില എവിടെ? അതാണ്ട വീട്ടിൽ നിന്ന് കൊണ്ടു കൊച്ചി കരിയാപ്പില, കറിവേപ്പിലയും അലുവേ. ഒരു പെട്ടി തീർന്നു. എന്റെ ചില്ല് ഇവിടെ താട്ടൊരു കളി. അമ്മച്ചിയുടെ പെടലിയുടെ സാധനം. പെട്ടി നമ്പർ 1 കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് മസാലയും അതിലമ്മയുടെ ഡ്രസ്സൊക്കെ. മാങ്ങ, പേരയ്ക്ക ചൂടെ അങ്ങോട്ട് മാറും. അമ്മച്ചിയുടെ മാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞുമണിക്കും പൊന്നുമണിക്കും. കുഞ്ഞുമണിക്ക് ശുങ്കുവിന് ഇവിടെ അപ്പന്റെ അടുത്ത് പറഞ്ഞ് ഇതൊക്കെ കടയിൽ നിന്ന് എടുപ്പിച്ചതാണ്. ആ ലേസ് അത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാ. ഇതെന്തുവാ? അത് മറ്റേ മിറാക്കിൾ ഫ്രൂട്ട്. ഓ മിറാക്കിൾ ഫ്രൂട്ട്. ഇത് നമ്മുടെ മുറ്റത്ത് നമ്മള് നട്ടുണ്ടായ നമ്മുടെ ഫ്രണ്ടില് കണ്ടേ.
അത് ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചു. നമ്മള് ഉണ്ടായിട്ട് നമ്മള് അമ്മ എനിക്ക് തോന്നുന്നു നമ്മൾ ഉണ്ടായിരുന്നപ്പോ അതിൽ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടില്ല. ലോകത്ത് ഇവിടെ മുരിങ്ങക്ക കിട്ടാത്തോണ്ട് നാട്ടിൽ നോക്കി കൊണ്ടുവന്ന് മുരിങ്ങക്ക. നാട്ടിൽ നിന്ന് മുരിങ്ങക്ക. ജിലേബി 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 പേസ്റ്റ്. പിന്നെ അവർക്ക് ശുങ്കുവിനും കുഞ്ഞുമണിക്കൊക്കെ കുറച്ച് ഡ്രസ്സ്, കുഞ്ഞുമണിക്ക് കുറച്ച് ഷൂസ്. ഇത് രണ്ട് സൈസാണോ ഒരു സൈസാണോ? അല്ല രണ്ട്, ഞാൻ സൈസ് നോക്കിയതാ വലുതും. എത്രയൊക്കെ ഇടാൻ പാകത്തിന് ഡ്രസ്സ്. അത് കറക്റ്റ് ഒന്നുമല്ല, പോയോ ഭയങ്കര വലുതാ. അമ്മച്ചി അടുത്ത ഷൂ കൊടുക്കാൻ. അല്ലെന്ന് അവളെ ആന്റിന്ന് എല്ലാരും വിളിക്കും. പക്ഷെങ്കിൽ ഇത് കുറച്ചേരം അമ്മച്ചി വിളിച്ചു കഴിഞ്ഞിട്ട് മാറിപ്പോവോ കൊച്ച്. നിന്നെ വന്ന് ആന്റിന്ന് വിളിച്ചിട്ട് അവിടെ പോയി പിന്നെ ആന്റിന്ന് വിളിക്കും, മാറുവാ. നല്ല നല്ല കിടിലൻ അലുവ. പേരയ്ക്ക ഇവിടെ കുറച്ച് മുളക് ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പേരയ്ക്ക ഇതിനൊക്കെ അകത്ത് കളർ ഇതാണ് കേട്ടോ, അടിപൊളി. നമ്മുടെ പേരയ്ക്ക ഇതിനകത്ത് നീ ഇതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ മിറാക്കൽ ഫ്രൂട്ട് കൊണ്ടുവന്നു മമ്മി, അത് കഴിച്ചു. അത് കഴിച്ചിട്ട് ഇത് കഴിക്കും, ഭയങ്കര മധുരം കേട്ടോ. രാവിലെ ഇവിടെ ഫോട്ടോ എടുപ്പ് മത്സരം തുടങ്ങിയിരിക്കുകയാണ്. രാജീവൊക്കെ തിരിച്ചു പോവുകയാണ്. രാജീവിനൊന്നും ഇവിടെ നിൽക്കാൻ സമയമില്ലെന്ന്. രാജീവൊക്കെ വലിയ രണ്ടങ്കാരായി പോയി. രാജീവിന് ജോലിയുടെ ആത്മാർത്ഥത കൂടി. രാജീവിന് കുഞ്ഞുണ്ണിയുടെ മാല എങ്ങനെ ഉണ്ട്? കുഞ്ഞുണ്ണി ഇത് ആരും കൊണ്ടുവന്നേ? ആരാ തന്നേ? അമ്മച്ചി. ഓക്കെ. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടയും ബീഫും മമ്മി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാടൻ പൊറോട്ട, നാടൻ ബീഫ്. തട്ടുകട ബീഫ്. മിസ്റ്റർ രാഹുൽ കൈപ്പന്റെ തട്ടുകട, കൈപ്പന്റെ തട്ടുകടയിൽ നിന്ന് ഇന്നലെ മമ്മി വന്നപ്പം കുറച്ച് തട്ടുകട പൊറോട്ടയും ബീഫും കൊടുത്തു വിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് സെറ്റായി. അമലയൊക്കെ പോവാണ്, അമലയും രാജീവൊക്കെ. മഴയാണ് പുറത്ത്. ചുങ്കൂനും ഉണ്ട് കേട്ടോ, ലോലിപോപ്പ് ആൽബല്ലീബയുടെ. എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ട്? ലൈസ് അങ്ങനെ. അമ്മച്ചിയുടെ മൊബൈലിലാണ് പണി കേട്ടോ. മസാജ് സൂപ്പർ. ഒരാളെ വെയിറ്റ് പോകും കേട്ടോ. മൊറോക്കോ ട്രിപ്പ് പോയിട്ട് വന്നതിന് എല്ലാവരും 2 കിലോ കൂടി. അമ്മി വന്നിട്ടല്ലേ കൂടിയേ? അമ്മി വന്നേ വരുമ്പോ കൂടി തന്നെ നിക്കും. അല്ല, കൂടി തന്നെ നിലനിൽക്കും പറഞ്ഞേ. അല്ല, ഞാൻ ശരിക്കും 65 കിലോ 65 കിലോ ആയിരുന്നു. നോക്കിയപ്പോ 66 1 കിലോ കൂടി. ഇവിടുന്ന് ജയ്ബീം കാണുന്നു. ജയ്ബീം കുഞ്ഞമ്മേ കുഞ്ഞോനെ മന്തി കഴിക്കുന്നു. മന്തി അമ്മ വാരത്തരാ. ആന്റെ ബേബി ഇപ്പൊ ചോറ് തിന്നാൻ വരുവേ. ഇപ്പൊ വരുവേ. ഇങ്ങനെ വന്നെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അന്റെ ബേബി ഇപ്പൊ ചോറ് തേണ്ട. ബേബി മേലെ കയറി പോകണം. ഒട്ടകത്തിന്റെ മേളിൽ. കുഞ്ഞു മേലെ കയറിയില്ല. കുഞ്ഞോണി ഒട്ടകത്തിന്റെ മേളിൽ കയറിയല്ലോ. ഒട്ടകത്തിന്റെ നമ്മള് പോയ ഓർമ്മയുണ്ടോ? കിച്ച് 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 ഡാഡിയുടെ ഫ്രണ്ട് ആയിരുന്നു. കിച്ച് 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 പോയ ഓർമ്മയുണ്ടോ?
ഉച്ചക്കത്തെ ചോറ്, നല്ല അവിയൽ, ബീഫ്, ഒഴിച്ചേറി ബീഫാട്ടോ. അവിയൽ, ചിക്കൻ കറി, ബീഫ്, ചോറ്, പപ്പടം വരുന്നുണ്ട്. ബീഫിൻ്റെ കളറുണ്ടോ? ഓ മൈ ഗോഡ്, ഇന്ന് മമ്മി സ്പെഷ്യലാണ്. ഞങ്ങൾ ഇവിടെ ടെസ്കോയിൽ ഇടയ്ക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോൾ അഞ്ചൂരിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ കണ്ടൊരു വണ്ടിയാണ് കേട്ടോ, അടിപൊളി. ഏതാണ് വണ്ടി ഇത്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ. നമ്പർ ഞാൻ കാണിക്കുന്നില്ല. 100G വന്നിട്ടുണ്ട്. 100G പിള്ളേർ. ഓ കേരേട്ടത്തിയാണോ? പിള്ളേരെല്ലാം ഉണ്ട്. 5 നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അതെ ഒരാഴ്ചക്ക് ശേഷം. ഒന്നല്ല, 5 2ആഴ്ചയായി. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഹായ് ഫൈസൻ, എന്തുണ്ട് വിശേഷം? സുഖാണോ ഫൈസൻ? നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് താങ്ക്സ്. വീണ്ടും കാണുക. കുഞ്ഞുമണിയൊക്കെ ഇവിടെ പോണ്ട്. ഡ്യൂട്ടി പോകാൻ റെഡിയായി. ഇവിടെ 5 സിപ്പ് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ കറിവേപ്പില, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലാണ്. 5 എപ്പോഴും കൊതിയുള്ളൊരു സാധനമാണ് കറിവേപ്പില. അതല്ല പറഞ്ഞേ നമുക്ക് എത്ര കിട്ടിയാലും നമുക്കൊരു മതി വരാത്ത സാധനമാണ് കറിവേപ്പില. അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധനം താഴെ ഒരു ഡപ്പൊക്കെ കൊണ്ടിട്ടിട്ട് നൈസായിട്ട് കയറുക. ഞാൻ കഴിഞ്ഞ പരിപാടി കൈ പൊള്ളും. ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി, ചിക്കൻ കറി, 5 ഫുഡ് കഴിക്കാനുള്ളവരെടുത്തു. ഏറെ നാളുകൾക്ക് ശേഷം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. അഞ്ജുവിനെ കൊണ്ടുപോയി വിട്ടു. അതാണ്ട് ശുങ്കും കുഞ്ഞുമണിയും കിടന്ന് ഉറങ്ങാൻ പോവാണ്. ശുങ്കുവിന് ഇപ്പം കുഞ്ഞുമണിക്ക് ഇപ്പം അമ്മച്ചിയെ മതി. അമ്മച്ചി എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. രാത്രി 10 മണിയാവുന്നു, ഇതുവരെ ആരും ഉറങ്ങിയിട്ടില്ല. കുഞ്ഞുമണി പോയി കിടന്ന് ഉറങ്ങടി. ഡാൻസ് കളിക്കാം. ഡാൻസ് പരിപാടിയാണ്. പൂച്ച. അപ്പൊ ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് ശുങ്കോ.